ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ നിന്ന് വന്നത്. ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കുരുതി കൊടുക്കുവാൻ സ്കൂളിൻ്റെ ഉടമസ്ഥരും പ്രിൻസിപ്പലും ചില അധ്യാപകരും ചേർന്ന് തീരുമാനിച്ചു. ആ തീരുമാനം അവർ നടപ്പിലാക്കി. 2ാം ക്ലാസ്സുകാരനായ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. എന്തിനു വേണ്ടിയാണ്? സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി. ഒരു സ്കൂളിൻ്റെ അഭിവൃദ്ധി എന്താണ്? അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അഭിവൃദ്ധിയാണ്. അവർക്ക് വിദ്യ കൊടുക്കുക, അതിലൂടെ അവരെ വളർത്തിയെടുക്കുക, സമൂഹത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരാക്കി മാറ്റുക, തങ്ങൾക്ക് തന്നെ പ്രയോജനമുണ്ടാകുന്ന ജീവിത അനുഭവങ്ങളിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരിക. ഒരു തലമുറയുടെ നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടി കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതിൽ ഒരു കുട്ടിയെ കൊല ചെയ്യുക, ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത, പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തിയാണ്. അത്തരമൊരു ഹീന പ്രവൃത്തിയാണ് അവിടെ നടന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കുട്ടിയെ കൊന്നു. സമൂഹത്തിൽ ഇതുപോലെ നിരവധി ആളുകൾ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നില്ലേ? ശരീരത്തിൽ കൊല്ലുന്നില്ലെങ്കിലും മനസാക്ഷിയെ തകർക്കുന്ന, ജീവിതത്തെ തകർക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന എത്രയോ ഹീനമായ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നാം കണ്ടുവരുന്നു. സ്കൂളിൻ്റെ അഭിവൃദ്ധി എന്ന് അവരുദ്ദേശിച്ചത് സ്കൂളിൻ്റെ പ്രശസ്തി, കൂടുതൽ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ വരുന്നത്, അതുമൂലം മാനേജ്മെൻറ്റിന് ലഭിക്കുന്ന വലിയ പണം, അങ്ങനെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണങ്ങൾ പെരുക്കുകയോ അത് വിശാലമാക്കുകയോ ചെയ്യുക, ഇതൊക്കെയായിരുന്നു. അതവരുടെ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിരുന്നു, വ്യക്തിപരമായ ലാഭത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഇതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയും സ്വയം വളരുന്നതിനു വേണ്ടിയും തങ്ങളുടെ സാമ്രാജ്യം വിശാലമാക്കുന്നതിനു വേണ്ടിയും ഏത് തിന്മയും ചെയ്യുവാൻ, മറ്റുള്ളവരെ ഏത് തരത്തിലും കൊല ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ വ്യക്തിഹത്യ ചെയ്യുവാൻ മനസാക്ഷിയില്ലാത്ത മനുഷ്യരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഒരു യൂദ യേശു തൻ്റെ ശിഷ്യനായി വിളിച്ച് കൂടെ നിർത്തിയതാണ്. പക്ഷേ യൂദ കുറേ കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്തൊരു ലാഭം നോക്കി 30 വെള്ളിക്കാശ് ഓഫർ ചെയ്തപ്പോൾ അതിനുവേണ്ടി തൻ്റെ ഗുരുവും നാഥനുമായ മെശിഹായെ ഒറ്റുകൊടുത്തു. യേശുവിൻ്റെ ക്രൂശീകരണത്തിലേക്ക് നയിച്ചത് ആ സംഭവമാണെന്ന് നമുക്കറിയാം. ഒരുപാട് യൂദാമാർ ഇന്നത്തെ ആധ്യാത്മിക തലങ്ങളിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് നമുക്കറിയാം. ഹെരോദാവിൻ്റെ ഭരണകാലം, ഹെരോദാവിൻ്റെ അർത്ഥസഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യ ഹെരോദ്യയെ ഹെരോദാവ് ഭാര്യയായി സ്വീകരിച്ചു. ഏറ്റവും വലിയൊരു തിന്മയാണത്. പ്രവാചകനായിരുന്ന യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിൻ്റെ അടുക്കൽ ചെന്ന് ആ തെറ്റിനെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ച് അവനെ ശാസിച്ചു. ഹെരോദാവ് അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയി. അവനൊരു ഭക്തനാണെന്നും നീതിമാനാണെന്നും ദൈവപുരുഷനാണെന്നും ഹെരോദാവിന് അറിയാമായിരുന്നു. പക്ഷേ ഹെരോദ്യയ്ക്ക് ആ തിരിച്ചറിവുണ്ടായില്ല. അവളുടെ ഹൃദയം കഠിനപ്പെട്ടു. അവളൊരു വഴി കണ്ടെത്താനായി ശ്രമിച്ചു. അങ്ങനെയിരിക്കെ ഹെരോദാവിൻ്റെ ജന്മദിനത്തിൽ അവളുടെ മകൾ ശലോമിയെ വിട്ട് നൃത്തം ചെയ്യിച്ചു. നൃത്തത്തിൽ തൽപരനായി തീർന്ന ഹെരോദാവ് ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് പ്രതിഫലമായി എന്തു വേണം? എന്തും ചോദിച്ചു, ഞാൻ നിനക്ക് തരാം. അവൾ അമ്മയോട് ആലോചന ചോദിച്ചു. അമ്മയായ ഹെരോദ്യ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ്റെ തലവെട്ടി ഒരു താലത്തിലാക്കി അത് തരാൻ ആവശ്യപ്പെടണം. ആ കുട്ടി പോയി രാജാവിനോട് അങ്ങനെ തന്നെ ചോദിച്ചു. പെട്ടെന്ന് രാജാവ് വിഷമവൃത്തത്തിലായി. എന്തു ചെയ്യണമെന്നറിയത്തില്ല. വല്ലാതെ മനോഭാരപ്പെട്ടു. പക്ഷേ തൻ്റെ വാക്ക് പാലിക്കണം. താൻ വിളിച്ചിരിക്കുന്ന ജന്മദിനം ആഘോഷിക്കുവാനായി തന്നോടൊപ്പം വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളുടെ മുൻപാകെ തനിക്ക് വാക്ക് മാറാൻ കഴിയില്ല. വാക്ക് പാലിക്കണം. മനസ്സോടെ അല്ലെങ്കിലും യോഹന്നാൻ സ്നാപകൻ്റെ ശിരസ് വെട്ടിക്കൊണ്ടുവരുവാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ആജ്ഞാപിച്ചു. അവർ തല കൊണ്ടുവന്നു. അവൻ്റെ
തലയടങ്ങുന്നതായ ആ തളിക ആ കുട്ടിക്ക് സമ്മാനമായി ഹെരോദാവ് കൊടുത്തു. മനസ്സോടെ ചെയ്തതല്ല, പക്ഷേ ചെയ്യേണ്ടി വന്നു. എത്രയോ ഹീനമായ ഒരു കാര്യമാണ് അവിടെ നടന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ദൈവാലോചന ഉണ്ടായിട്ടും ആ ദൈവാലോചന ഭാര്യയോടുള്ള ബന്ധത്തിൽ അനുസരിക്കാൻ മനസ്സ് കാണിക്കാത്ത ഒരുവൻ അതിന് ധൈര്യഹീനനായി തീർന്നു. എന്നാൽ തൻ്റെ വാക്ക് പാലിക്കുവാൻ വേണ്ടി ദൈവാലോചനയ്ക്കപ്പുറമായി മാനുഷികമായ വാക്കിൻ്റെ മൂല്യം വലുതാണെന്ന് കണ്ടിട്ട് ഒരു ഭക്തൻ്റെ ശിരച്ഛേദനത്തിന് അവസരമൊരുക്കി കൊടുത്തു. അതെ, സത്യം പറഞ്ഞാൽ സമൂഹത്തിലും, ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തിലും പോലും അതിന് വില കൊടുക്കേണ്ടി വരും. അത് യോഹന്നാൻ സ്നാപകൻ്റെ ശിരസ് പോയതുപോലെ ഒരുപക്ഷെ ശിരസ്സാകണമെന്നില്ല. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള മാന്യതയെ, അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ, അംഗീകാരത്തെ, സകലത്തെയും തകർത്ത് അവനെ ശൂന്യനാക്കാൻ ശ്രമിക്കും. അധികാരവും പണവുമുള്ളവർ, അധികാരം മോഹിക്കുന്നവർ, പണം കൊടുത്ത് അധികാരം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർ, സത്യത്തെ മൂടി വെച്ചിട്ട് വ്യാജം പറഞ്ഞ് അധികാര കസേരകളിൽ കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ നടപടികൾ തെറ്റാണെന്ന് ആരെങ്കിലും അവരോട് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ കൊല്ലുവാൻ അവരുടെ സ്നേഹിതരുടെ ആ സമൂഹവും ഒപ്പം അവർക്കുള്ള പണവും അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും മുന്നിട്ടിറങ്ങി വരും. നിഷ്കളങ്കനെ, വിശുദ്ധനെ, സത്യസന്ധനെ, നേരോടെ തീരുമാനങ്ങൾ എടുത്തവനെ തകർക്കുവാൻ വേണ്ടി. അതേ പ്രിയമുള്ളവരെ, നിഷ്കളങ്കനായ ഒരു കുട്ടി ഉത്തർപ്രദേശിൽ കൊല ചെയ്യപ്പെട്ടെങ്കിൽ എത്രയോ നിഷ്കളങ്കരാണ് ഈ ലോകത്ത് പല കാരണങ്ങളാൽ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നത്. യൂദായെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യേശുവിനെ ഒറ്റുകൊടുത്തു. അത് ദൈവഹിതമായിരുന്നെങ്കിലും യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രധാന കാരണക്കാരൻ യൂദായായിരുന്നെന്ന് നമുക്കറിയാം. ഒരു നിമിഷം ചിന്തിക്കണേ. എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ഇടപാടുകൾ മറ്റൊരാളെ ഇകഴ്ത്തി കാണിക്കാനോ, മറ്റൊരാളുടെ ആത്മാഭിമാനം നഷ്ടമാക്കാനോ, മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാനോ, മറ്റൊരാളെ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യാനോ ഒരിക്കലെങ്കിലും ഇടയായിട്ടുണ്ടോ? മനസ്സാക്ഷിയോട് ചോദിക്കുക. മനസ്സാക്ഷി ഉണരട്ടെ. മനസ്സാക്ഷിയിൽ നിന്ന് ഉത്തരം പറയാൻ നമുക്ക് കഴിയട്ടെ. അരുത് കുരുതി.